CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടുണ്ടെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. കണ്ടാണശ്ശേരി പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. പന്നിത്തടം സെന്ററിൽ അപകടങ്ങൾ നിത്യസംഭവമാകുന്നു. കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാൻ സ്പീഡ് ബ്രേക്കറുകൾ നിർമ്മിക്കണമെന്ന് നാട്ടുകാർ. തലക്കോട്ടുകരയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ബൈക്ക് യാത്രക്കാരന് കാർ ഡ്രൈവറുടെ ക്രൂരമർദ്ദനം. പരിക്കേറ്റ മുണ്ടത്തിക്കോട് സ്വദേശി വിനീതിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ ഡ്രൈവർ ചിറ്റിലപ്പള്ളി സ്വദേശി മാമലവളപ്പിൽ സിനീഷിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ചൂണ്ടൽ പഞ്ചായത്തിലെ മഴുവഞ്ചേരിയിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെയും നവീകരിച്ച തച്ചാട്ടുകുളത്തിന്റെയും ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ പ്രധാന ജംഗ്ഷനായ പെരുമ്പിലാവ് ജംഗ്ഷൻ കുഴിച്ചതോടെ പെരുമ്പിലാവ് മുതൽ അക്കിക്കാവ് ജംഗ്ഷൻ വരെ ഗതാഗതം തകരാറിലായി. 1 മണിക്കൂറോളം വരി നിന്ന ശേഷമാണ് വാഹനങ്ങൾക്ക് അക്കിക്കാവ് കടക്കാനാവുന്നത്. ഒരുമനയൂരിനെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് പ്രഖ്യാപിച്ചു. ഒരുമനയൂർ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ മെറ്റീരിയൽ കളക്ഷൻ സെന്റർ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന പരിപാടിയിലായിരുന്നു പ്രഖ്യാപനം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി യാതൊരു ത്യാഗവും സഹിക്കാത്തവരാണ് RSSും കമ്മ്യൂണിസ്റ്റുകളുമെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു. ചാവക്കാട് മണ്ഡലം 3-ാം വാർഡ് തിരുവത്ര നോർത്ത് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VM സുധീരൻ. അപകട ഭീഷണിയായി ഗുരുവായൂർ ഔട്ടർ റിംഗ് റോഡിന് നടുവിൽ ദ്വാരം രൂപപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് KP ഉദയൻ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസെത്തി ബാരിക്കേഡ് സ്ഥാപിച്ചു. എത്രയും വേഗം ദ്വാരമടയ്ക്കാൻ നടപടി വേണമെന്ന് ആവശ്യം. എരുമപ്പെട്ടി പഞ്ചായത്ത് കുട്ടഞ്ചേരി ഭരണിച്ചിറ പാടശേഖരം ചാൽ സംരക്ഷണ ഭിത്തിയുടെയും സ്ലാബ് നിർമ്മാണത്തിന്റെയും ഉദ്ഘാടനം നടന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 8 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. CPIM പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറിയും DYFI നേതാവുമായിരുന്ന PU സനൂപിന്റെ 5ാം രക്തസാക്ഷി ദിനം ആചരിച്ചു. കുന്നംകുളം നഗരസഭ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാബ് ലൈബ്രറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. വേലൂർ പഞ്ചായത്ത് LDF വികസന മുന്നേറ്റ കാൽനട പ്രചരണ ജാഥ സമാപിച്ചു. പന്നിത്തടം മഹല് റബീഹ് ക്യാമ്പയിൻ സമാപനവും മജ്ലിസുന്നൂർ ആത്മീയ സദസ്സും ഗ്രാൻഡ് മൗലിദ് മജ്ലിസും നടന്നു. സമസ്ത കേരള ജമിയത്തുൽ മുദ്രിസീൻ തൃശൂർ ജില്ലാ ഉപാധ്യക്ഷൻ മുഹമ്മദ് സാലിഹ് അൻവരി ചേകന്നൂർ നേതൃത്വം നൽകി. അഗതിയൂർ വാദ്യകലാക്ഷേത്രം 17ാം വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ എൽദോമോർ ബസേലിയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ചരിത്രപ്രസിദ്ധമായ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ ലേലം വിളി നടന്നു. ശനിയാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം പഴയ പള്ളിക്ക് മുന്നിൽ നടന്ന ലേലത്തിൽ പെരുന്നാൾ ദിവസങ്ങളിൽ വിശ്വാസികൾ സമർപ്പിച്ച നേർച്ചക്കാഴ്ചകളാണ് ലേലവസ്തുക്കളായി ഒരുക്കിയത്. ഒരുമനയൂർ ചെറുപുഷ്പം ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചുതെറേസ്യയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.